ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ വരുന്ന ആനുവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള ചോദ്യപേപ്പർ വിശകലനമാണ്. മോഡൽ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും കേട്ടോ. അപ്പോൾ നമുക്ക് ആനുവൽ എക്സാമായി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ 1ാം ക്ലാസ്സിലെ മക്കൾക്കും നമ്മുടെ ഈ ചാനലിലേക്ക്, നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് നോക്കാം. നിങ്ങൾ ഇതിലുള്ളതെല്ലാം നന്നായി പഠിച്ചിട്ട് പോവുക. ഇതുപോലെ തന്നെ ആയിരിക്കും ഏകദേശം നിങ്ങളുടെ ചോദ്യപേപ്പർ വരാം കേട്ടോ. അപ്പം നമുക്ക് നോക്കിയാലോ. എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരവും നിങ്ങൾ എഴുതാൻ ശ്രമിക്കണേ. അപ്പം ആദ്യം നമുക്ക് പ്രവർത്തനം 1. ആടാം, പാടാം, വരയ്ക്കാം, വായിക്കാം. ആടാം, വരയ്ക്കാം, വായിക്കാം, പാടാം. ആദ്യം നിങ്ങളപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ടീച്ചർ എന്താണോ പറയണത് അതുപോലെ ആടുക, പാടുക, വരയ്ക്കുകയാണോ വായിക്കുകയാണോ ടീച്ചർ പറയണ പോലെ നിങ്ങൾ ചെയ്യണം. ഓക്കെ. അടുത്ത പ്രവർത്തനം നോക്കൂ. വായിക്കൂ, നിറം നൽകൂ. ചെറിയ 2 നക്ഷത്രങ്ങൾക്ക് ചുവപ്പ് നിറം നൽകണം. ഇതിൽ ചെറിയ നക്ഷത്രങ്ങൾ ഏതാണ്? ഇതാണല്ലേ. ഇതിന് ചുവപ്പ് നിറം നൽകുക. വലിയ നക്ഷത്രത്തിന് നീല നിറമാണ് നൽകേണ്ടത്. ഇതിന് നീല കൊടുക്കുക. ചിരിക്കുന്ന നക്ഷത്രത്തിന് ഇഷ്ടമുള്ള നിറം നൽകാം. ഇതാണ് ചിരിക്കുന്ന ആളല്ലേ. ഇതിന് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള നിറം നൽകൂ കേട്ടോ. പൂവ് പോലുള്ള നക്ഷത്രം കണ്ടില്ലേ? അതിൻ്റെ നടുവിൽ മഞ്ഞ നിറവും ഇതളുകൾക്ക് പച്ച നിറവും നൽകൂ. ഇതാണ് കേട്ടോ പൂവ് പോലുള്ള നക്ഷത്രം. നടുവിൽ മഞ്ഞ കൊടുക്കുക, ഇലകൾക്ക് പച്ച കൊടുക്കൂ, ചുറ്റുമുള്ള ഇതളുകൾക്ക് പച്ച. ഇതുപോലെ നിറം നൽകണം കേട്ടോ. 2 കൊടുത്തിട്ടുണ്ട്. ബാക്കി നിറം നിങ്ങൾ നൽകണേ. ഉത്തരം എഴുതാം. നടുവിൽ മഞ്ഞ നിറം നൽകേണ്ടത് ഏത് നക്ഷത്രത്തിനാണ്? പൂ പോലുള്ള നക്ഷത്രം. ഞാൻ ഒന്ന് നിറം കൊടുത്ത് കാട്ടിത്തരാം കേട്ടോ. എനിക്കിതിൽ കൂടുതലായിട്ട് കൊടുക്കാൻ പറ്റില്ല, എങ്കിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നടുവിൽ മഞ്ഞ കൊടുക്കേണ്ടത് ഇതാ, കണ്ടോ? ഇതുപോലെ കൊടുക്കുക കേട്ടോ. കണ്ടോ? ഇതുപോലെ മഞ്ഞ കൊടുക്കുക. എന്നിട്ട് ചുറ്റുമുള്ളതിന് പച്ച നിറം കൊടുക്കുക കേട്ടോ. ഇതിനൊക്കെ ഇതുപോലെ പച്ച കൊടുക്കണേ. എനിക്കിതിൽ കളർ കൊടുക്കാൻ പറ്റില്ല, നിങ്ങൾ നന്നായിട്ട് തന്നെ കൊടുക്കുക കേട്ടോ. ഈ ഇതളുകൾക്കെല്ലാം പച്ച കൊടുക്കണേ. കണ്ടോ? ഇതുപോലെ എല്ലാ ഇതളുകൾക്കും പച്ച കൊടുത്താൽ നന്നായിരിക്കും. പിന്നെ ഉള്ളത്, നമുക്ക് ചിരിക്കുന്ന നക്ഷത്രത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്തോട്ടോ. നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. ഈ കളർ വേണമെങ്കിൽ ഈ കളർ കൊടുത്തോളൂ. ചിരിക്കുന്ന നക്ഷത്രത്തിന് നമുക്ക് ഇഷ്ടമുള്ള കളറാണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണ് അത് നിങ്ങൾക്ക് കൊടുക്കാം. കേട്ടോ? ഇനി നമുക്ക് അടുത്തേക്ക് പോവാം. പ്രവർത്തനം 3. തരം തിരിക്കാം. നമുക്ക് കുറേ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ബസ്, മണ്ണുമാന്തി യന്ത്രം, ബോട്ട്, തോണി, സൈക്കിൾ, തീവണ്ടി, റോക്കറ്റ്, വിമാനം, കപ്പൽ, ലോറി, ഹെലികോപ്റ്റർ. ഇതിൽ കരയിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ. കരയിലൂടെ സഞ്ചരിക്കുന്നത് ബസ്, മണ്ണുമാന്തി യന്ത്രം, സൈക്കിൾ, തീവണ്ടി, ലോറി. വെള്ളത്തിലൂടെയാണെങ്കിലോ ബോട്ട്, തോണി, കപ്പൽ. ഇനി ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നവയോ റോക്കറ്റ്, വിമാനം, ഹെലികോപ്റ്റർ. ചക്രങ്ങളില്ലാത്ത ഒരു വാഹനത്തിന്റെ പേര് എഴുതൂ. ഇതിൽ ചക്രമില്ലാത്തത് ഏതിനാ? നോക്കൂ, തോണിക്കില്ലേ. തോണിക്ക് എവിടെ ചക്രം? തോണിക്ക് ചക്രമൊന്നുമില്ല. അപ്പൊ തോണി. പ്രവർത്തനം 4. കളിവണ്ടി. തീവണ്ടി 55 രൂപ, ലോറി 41 രൂപ, വിമാനം 80 രൂപ, കാറ് 30 രൂപ, ഓട്ടോ 16 രൂപ. വാഹനങ്ങളുടെ വില ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതൂ. തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറുത് 16 ആണ് കേട്ടോ. അപ്പോൾ ആദ്യം 16, പിന്നെ കുറച്ച് വലുത് 30,
കുറച്ചുകൂടി വലുത് 41, കുറച്ചുകൂടി വലുത് 55, കുറച്ചും കൂടി വലുത് 80. അടുത്തത് തീവണ്ടി, കാർ എന്നിവ വാങ്ങാൻ ആകെ എത്ര രൂപ നൽകണം? അപ്പൊ തീവണ്ടിയുടെ വില 55, കാറിന്റെ വില 30. രണ്ടും കൂടി കൂട്ടൂ, 85 രൂപ. ആൻസർ കേട്ടോ. ഏറ്റവും വില കൂടിയ കളിപ്പാട്ടം ഏതാണ്? ഇതിൽ ഏറ്റവും കൂടുതൽ ഏതാ? 80 രൂപയുള്ള വിമാനം. അടുത്തത് 16 രൂപ വിലയുള്ള ഓട്ടോ വാങ്ങാൻ ഏതൊക്കെ നാണയങ്ങളും നോട്ടുകളും ഉപയോഗിക്കാം? 16 രൂപയാണ്. അപ്പം നമുക്ക് നോട്ട് എന്ന് പറയുമ്പോൾ ഒരു 10 രൂപ നോട്ട് ഉപയോഗിക്കാം, ഒരു 5 രൂപ നാണയം ഉപയോഗിക്കാം, ഒരു 1 രൂപ നാണയം ഉപയോഗിക്കാം അല്ലേ? അപ്പം നമുക്ക് 10, 5, 1 കൂട്ടുമ്പോൾ 16 തന്നെയാണ് കിട്ടുക. അടുത്തത് പ്രവർത്തനം 5. മുയൽ കണ്ട കാഴ്ചകൾ. ചിത്രം നോക്കി മുയൽ കണ്ട കാഴ്ചകൾ എഴുതൂ. ചിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? ഇത് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മുയൽ നോക്കി നിൽക്കുമ്പോൾ കാണുന്നതാണിത്. ആ മുയൽ കണ്ട കാഴ്ചകൾ നിങ്ങൾ എഴുതണം. ആദ്യം എന്താ? ഒരാൾ പുഴയിലൂടെ തോണി തുഴഞ്ഞു പോകുന്നു. നിങ്ങൾ തോണിയും പുഴയൊക്കെ കാണുന്നുണ്ടോ മക്കളെ? ഇതാണ് കേട്ടോ. അടുത്തത് പുഴക്കരയിൽ ഇരിക്കുന്ന നായ. പുഴക്കരയിൽ ഇരിക്കുന്ന നായ. നെക്സ്റ്റ് ഇതാട്ടോ നായ. പട്ടം പറത്തി കളിക്കുന്ന കുട്ടികൾ. ഇതാണ് കേട്ടോ പട്ടം പറത്തി കളിക്കുന്ന കുട്ടികൾ. പട്ടം കണ്ടല്ലോ. ഒരാൾ വലയെറിഞ്ഞു മീൻ പിടിക്കുന്നു. വലയെറിഞ്ഞ് മീൻ പിടിക്കുന്ന വ്യക്തി ട്ടോ. അടുത്തത് ചെറിയ വീടുകളും മരങ്ങളും. ചെറിയ വീടുകള്, മരങ്ങള്. പിന്നെ നിങ്ങൾക്ക് എഴുതാം, എന്തൊക്കെ എഴുതാം? മേഘങ്ങളുണ്ട് ഇവിടെ, പിന്നെ പക്ഷികൾ പറന്നു പോകുന്നതുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ എടുത്തെഴുതാം കേട്ടോ. മീനിനെ കാണുന്നുണ്ട്, വലയുണ്ട്, പുഴയുണ്ട്, അങ്ങനെയെല്ലാം നമുക്ക് എഴുതാം. അതല്ലാതെ കാണുന്നത് മാത്രമാണ് നമ്മളെടുത്ത് എഴുതിയിരിക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ നന്നായിട്ട് കണ്ട് ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നതെന്ന് ശരിയായിട്ട് നോക്കുക. എന്നിട്ട് അതുപോലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കുക കേട്ടോ. കൂടുതലായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ചോദിച്ച പോലുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും എക്സാമിന് വരിക. അപ്പോൾ അതുപോലെ പഠിച്ചിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാ മക്കളും നന്നായി തന്നെ പഠിച്ചിട്ട് പോവുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഈ ഒരു സബ്ജക്റ്റ് മാത്രമല്ല, എല്ലാ സബ്ജക്ട്സിൻ്റെയും വരുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള ചോദ്യോത്തരങ്ങൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഉടനെ തന്നെ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും വാച്ച് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.